السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العظيم. إن العبد ليبلغ بحسن خلقه عظيم درجات الآخرة وشرف المنازل وإنه لضعيف في العبادة. صدق رسوله الأمين. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൽസ്വഭാവത്തിൻ്റെ പരിശുദ്ധ ദീനിലുള്ള പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടത്തെ അരുമ ശിഷ്യരായ സ്വഹാബാ കിറാമിൻ്റെയും സൽസ്വഭാവ സൽഗുണ ജീവിത പെരുമാറ്റ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ സംസാരിച്ച് വന്നത്. അതാണ് ദീന്, അതാണ് നമ്മുടെ വഴി, അതാണ് നമുക്ക് പിന്തുടരാനുള്ളത്. അതുവഴി മാത്രമേ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇനി പുണ്യ റസൂലിനു ശേഷം മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ശേഷം പരിശുദ്ധ ദീനിൻ്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് അത് മനോഹരമായി ഈ ലോകത്ത് കാഴ്ചവെച്ച മാതൃകാ പുരുഷന്മാരായ താബിഉകളുടെയും തബഉ താബിഉകളുടെയും ഇമാമുമാരുടെയും അല്ലാഹുവിൻ്റെ വലിമാരുടെയും സൽസ്വഭാവ ഗുണങ്ങൾ കൂടി നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ മാതൃകയായി പറഞ്ഞു തന്ന കൂട്ടത്തിൽ പുണ്യറസൂലും സഹാബാക്കളും മാത്രല്ല, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ വഴി പിന്തുടരുന്ന കാലാകാലങ്ങളിൽ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പാതയിൽ അടിയുറച്ച് മുന്നേറുന്ന മഹാരഥന്മാരായ ആളുകളുടെ വഴി, അവരും ആ വഴിക്ക് നടന്നവരും മാത്രമാണ് സ്വർഗത്തിലെത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പ്രസ്താവിച്ചതായി നമുക്കറിയാം. അതുകൊണ്ട് താബിഉകൾ, തബഉ താബിഉകൾ, മദ്ഹബിൻ്റെ ഇമാമുകൾ, അള്ളാഹുവിൻ്റെ വലിമാര്, അവരുടെ സ്വഭാവ രീതികൾ വിശദമായി നീട്ടിപ്പരത്തി ചരിത്രം പറയാൻ പരിമിതമായ ഈ സമയം കൊണ്ട് നമുക്കാവില്ല. ഒരു സൂചനയ്ക്ക് വേണ്ടി, പാഠത്തിന് വേണ്ടി ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം. താബിഉകളിൽ പ്രസിദ്ധരായ
മഹാജ്ഞാനിയായ പണ്ഡിതരായ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല അവിടുന്നൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ സഹയാത്രികരായി ശിഷ്യന്മാരും മറ്റു വിശ്വാസികളും അനുഗമിക്കുന്നുണ്ട്. യാത്ര മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കെ ഒരു സംഭവമുണ്ടായി. എന്താണ്? മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന താബിഈകളിൽപ്പെട്ട മഹാജ്ഞാനി പോക്കറ്റടിക്കപ്പെട്ടു. ഏതോ കള്ളം വന്നിട്ട് യാത്രക്ക് കരുതി വെച്ചിരുന്ന നാണയങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. യാത്രക്ക് വേണ്ടി കരുതി വെച്ച ധനം അപഹരിക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞ മഹാൻ താൻ പോക്കറ്റടിക്കപ്പെട്ടു എന്ന് മനസ്സിലായ സമയത്ത് ആ വഴിയിലിരുന്നു കൊണ്ട് സങ്കടപ്പെടുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല, കാരണം യാത്ര വഴിമുട്ടുന്ന അവസ്ഥയാണ്. കരുതി വെച്ച തുക മുഴുവൻ കള്ളം കൊണ്ടുപോയി. യാത്രക്കിടെ വഴിയിൽ ഇരുന്ന് ആ മഹാൻ സങ്കടപ്പെടുകയാണ്, വേദനിക്കുകയാണ്, പ്രയാസം പ്രകടിപ്പിക്കുകയാണ്. ഇത് കണ്ട സഹയാത്രികരായ ശിഷ്യന്മാർ, സത്യവിശ്വാസികൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, പ്രിയപ്പെട്ട പണ്ഡിത, അങ്ങ് വിധിയിൽ പൊരുത്തപ്പെടാനും വിധിയിൽ സമാധാനിക്കാനും ഞങ്ങളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത അങ്ങ് തന്നെ ഈ സാമ്പത്തിക നഷ്ടത്തിൽ ഇങ്ങനെ ദുഃഖിക്കുകയോ ഇങ്ങനെ പ്രയാസപ്പെടുകയോ? ധനം കിട്ടിയത് അള്ളാന്റെ വിധിയാണ്, അത് നഷ്ടമാകുന്നതും അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലേ. പിന്നെ ഈ പോക്കറ്റടിക്കപ്പെട്ടപ്പോ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടാലോ? അങ്ങ് തന്നെ ഇങ്ങനെ ചെയ്താലോ? ഞങ്ങളെ പഠിപ്പിച്ചതിന് വിരുദ്ധമാണല്ലോ ഇത്. അങ്ങയെപ്പോലത്തെ ഒരാൾ ധനനഷ്ടത്തിൽ ദുഃഖിക്കുകയോ എന്ന് സഹയാത്രികരായ ആളുകൾ ചോദിച്ചപ്പോൾ മഹാനായ ഫുലൈൽ തങ്ങൾ കൊടുത്ത മറുപടി, നിങ്ങൾ വിചാരിക്കുന്ന കരുതുന്ന കാര്യത്തിലല്ല എന്റെ സങ്കടം, എന്റെ പ്രയാസം. നിങ്ങളിപ്പോ കരുതിയത് എന്റെ പൈസ പോയതിലുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്നല്ലേ? അതല്ല എന്റെ പ്രശ്നം. പിന്നെന്താ എന്റെ പ്രശ്നം? ذكرت مقامي ومقامه عند الله أجادله أمام الله. എന്റെ പണം അപഹരിച്ചു പോയ ആ മോഷ്ടാവായ പാവപ്പെട്ട മനുഷ്യൻ, ഞാനും ആ മനുഷ്യനും അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബാനിയായ കോർട്ടിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ വന്നു നിൽക്കുന്ന രംഗം ഞാൻ ഓർത്തുപോവുകയാണ്. ഉജാദിലുഹു അമാമല്ലാഹ്, ഞാൻ വാദിയായും ആ മനുഷ്യൻ പ്രതിയായും റബ്ബിന്റെ കോടതിയിൽ വന്നു നിൽക്കുന്ന രംഗമോർക്കുമ്പോൾ, ആ മനുഷ്യന്റെ പതനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്. എന്റെ പൈസ പോയതല്ല പ്രശ്നം, ആ മനുഷ്യൻ കുറ്റവാളിയായി, ഞാൻ വാദിയായി, അയാൾ പ്രതിയായി റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നതോർക്കുമ്പോൾ എന്റെ പ്രയാസം. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ ഇതിൽ സമാനമായ ധാരാളം സംഭവം കാണാം. സൂഫി ലോകത്തെ വെള്ളി നക്ഷത്രം മഹാജ്ഞാനി അബൂ യസീദിൽ ബിസ്താമി റഹിമഹുല്ല, വലിയ വലിയായിരുന്നു മഹാൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലും കാണുന്നുണ്ട്. ഒരിക്കൽ കുളിക്കാൻ വേണ്ടി കുളിപ്പുരയിൽ കയറി. ഇന്നത്തെ പോലത്തെ ബാത്റൂമല്ല, ഇന്ന് നമുക്ക് വീടിന്റെ അകത്ത് സുരക്ഷിതമായ സൗകര്യമുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മുടെ പൂർവികരും അങ്ങനെയല്ലല്ലോ. എവിടുന്നേ കുളിച്ചിരുന്നത്? മൂവാറ്റുപുഴക്കാർക്കൊക്കെ അറിയാലോ, പുഴയിൽ പോയിട്ടല്ലേ അലക്കലും കുളിക്കലൊക്കെ. അത് സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഒരു മറച്ച് കെട്ടിയ ചെറിയൊരു ഷെഡ്, അതിനകത്താ സ്ത്രീകൾ കുളിക്കുക. അതില്ലാത്ത സ്ഥലങ്ങളില് ചോലയിലൊക്കെ, ഇപ്പൊ എന്റെ 6 വയസ്സിലൊക്കെ എന്റെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് കുളിക്കാൻ പോകും ചോലയിലേക്കാ, ചെറിയ തോട്. അവിടെ സ്ത്രീകൾ കുളിക്കുമ്പോ എങ്ങനെയാ? പുരുഷന്മാർ ആ വഴിക്ക് നടന്നു പോകുമ്പോ കൂവലാണ്, കൂവും. കൂവിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഹിജാബൊക്കെ ഇട്ടിട്ട് ഒതുങ്ങി നിൽക്കും. ഇന്നിപ്പോ അതൊക്കെ പറഞ്ഞാൽ ചരിത്രത്തിന്റെ ഭാഗമാണത്. ആ കൂവല് കേൾക്കുമ്പോ എന്റെ ഉമ്മയൊക്കെ തുണി കൊണ്ട് പുതച്ചിട്ട് നിൽക്കും അവിടെ. പൊതുകുളിയിടങ്ങളാണ് അന്നുണ്ടായിരുന്നത്, പൊതുകുളിപ്പുരകൾ. അവിടെ പോയിട്ടാ കുളിക്കുക. അബൂ യസീദ് എന്ന സൂഫി വര്യൻ
പൊതു കുളിപ്പുരയിൽ ബാത്റൂമിൽ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് ഉടുമുണ്ടുമായി ഔറത്ത് മറയുന്ന മുണ്ടെടുത്ത് കുളിക്കാൻ ഒരുങ്ങുമ്പോ ഒരു കള്ളൻ വന്നിട്ട് ആ വസ്ത്രം എടുത്ത് ഓടുകയാണ്. അന്ന് വസ്ത്രത്തിനും ടൈറ്റുള്ള കാലാണ്. ആ വസ്ത്രം എടുത്ത് ഓടുന്നത് കണ്ടപ്പോ മഹാനായ അബൂ യസീദ് എന്നവർ ഉടുമുണ്ടുമായി വസ്ത്രമെടുത്തോടുന്ന കള്ളന്റെ പിറകെ ഓടാൻ തുടങ്ങി. വസ്ത്രത്തിന്റെ ഉടമക്കാരൻ തന്നെ അനുഗമിച്ച് പിന്തുടരുന്നു എന്ന് തിരിച്ചറിഞ്ഞ കള്ളൻ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. അബൂ യസീദ് എന്നവർ പിറകെ ഓടിപ്പറഞ്ഞു, സഹോദരാ, ഞാൻ താങ്കളുടെ പിറകെ ഓടി വരുന്നത് തല്ലാനും കൊല്ലാനും ആ വസ്ത്രം പിടിച്ചു പറിക്കാനും അല്ല. ഒന്ന് നിൽക്കവിടെ, എനിക്കൊരു കാര്യം പറയാണ്ട്. ഇത് കേട്ടാ കള്ളൻ നിന്നു. ശബ്ദം കേൾക്കുന്ന അത്രയും മുന്നിലേക്ക് എത്തുന്നത് വരെ നിന്നു കൊടുത്തില്ല. ശബ്ദം കേൾക്കുന്ന അളവിൽ കള്ളൻ നിന്നപ്പോ പറഞ്ഞു, കൂട്ടുകാരാ, നിങ്ങളിപ്പോ ഈ വസ്ത്രത്തിന് ആവശ്യം ഉണ്ടായിട്ടാണല്ലോ അത് എടുത്തുകൊണ്ട് പോകുന്നേ. എനിക്കതിൽ പരാതിയില്ല. ഞാൻ അത് താങ്കൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയാകേണ്ടതില്ല. താങ്കൾക്ക് ആ വസ്ത്രവും കൊണ്ടു പോകാം. നോക്കൂ നിങ്ങൾ, ഒരു കുറ്റവാളിയോടുള്ള ഗുണകാംക്ഷ. ദീന് എന്ന് പറഞ്ഞ ഗുണകാംക്ഷ, അതിന്റെ അപ്പുറത്ത് ദീനില്ല. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഗുണകാംക്ഷ വേണം, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾ പരസ്പരം വേണം. സമൂഹത്തിലെ സകലരോടും ഗുണകാംക്ഷ. അദ്ദീനു അന്നസീഹ ഖാല റസൂലുള്ളാഹി. ദീന് എന്ന് പറഞ്ഞാൽ ഗുണം കാംക്ഷിക്കലാണ്, നല്ലത് വിചാരിക്കുക. ഖാലൂ ലിമൻ യാ റസൂലല്ലാഹ്, ആരോട് ഗുണകാംക്ഷ? ലില്ലാഹി വലി റസൂലിഹി വലിയ ഇമ്മത്തിൽ മുസ്ലിമീന വഅമതിഹിം, സർവമേഖലയിലും ഗുണകാംക്ഷ. മനുഷ്യന്മാർ വഅമതിഹിം, പൊതുസമൂഹം. ആ പൊതുസമൂഹത്തിൽ സജ്ജനങ്ങൾ ഉണ്ടാകും, തെമ്മാടികൾ ഉണ്ടാകും, അല്ലേ? കള്ളന്മാരുണ്ടാകും, പിടിച്ചു പറിക്കാരുണ്ടാകും, കൊള്ളരുതാത്തവരുണ്ടാകും. വഅമതിഹിം, പൊതുജനങ്ങളോട് ഗുണകാംക്ഷ. അതാണ് ദീന്. ആലോചിച്ചു നോക്കണം. സൽസ്വഭാവമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ജീവാത്മാവും പരമാത്മാവും. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ മദ്ഹബിന്റെ ഇമാമല്ലേ? മിഡിൽ ഈസ്റ്റിലെ സഊദി അടക്കമുള്ള രാഷ്ട്രങ്ങളിലെ മദ്ഹബ് ആ മഹാനായ ഇമാമിന്റെ പാതയാണ്. കർമ്മശാസ്ത്ര രംഗങ്ങളിൽ അവരെല്ലാം പിന്തുടരുന്നത് ഹംബലി മദ്ഹബാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ സൽസ്വഭാവ സൽഗുണങ്ങളുടെ കാര്യത്തിൽ പ്രസിദ്ധരായ ഇമാം. ഇബ്നു അസാക്കിറിന്റെ ചരിത്ര കിതാബിലൊക്കെ കാണാം, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ വഫാത്തായ ആ ഒരു ദിവസം മാത്രം 20,000 യഹൂദ നസാറാക്കളാണ് അവരുടെ മതം വലിച്ചെറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇമാം മുഹമ്മദ് തങ്ങൾ വഫാത്തായ ആ ഒറ്റ ദിവസം 20,000 ജൂത ക്രൈസ്തവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ മഹാത്മാക്കളുടെ വെളിച്ചം കണ്ട, അവരുടെ സൽസ്വഭാവത്തിന്റെ സൗരഭ്യം ആസ്വദിച്ച അവിശ്വാസികളായ ആളുകൾ, ആ അവിശ്വാസികൾക്ക് ഇച്ചിരി വെളിവും മനുഷ്യത്വവുമുണ്ടോ? അവർ സത്യദീൻ പുൽകിയിട്ടുണ്ട്, ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലെ ആത്മീയ രംഗത്തെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി റഹിമഹുല്ലാ, അവിടത്തെ കൊണ്ട് ഇന്ത്യയിൽ എത്ര മുസ്ലിങ്ങളാണ് ഉണ്ടായത്? 1 100 1000 10 ലക്ഷമല്ല. വിശ്വാസയോഗ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം 90 ലക്ഷം അമുസ്ലിമീങ്ങളാണ് മുസ്ലിങ്ങളായി മാറിയത് ഖാജ മുഈനുദ്ദീൻ ജിസ്തി തങ്ങളെ കാരണത്താൽ. എന്നാൽ ആത്മസംസ്കരണം ലഭിക്കാത്ത ദുസ്വഭാവികളായ, മതത്തിന്റെ പേരും പുറംപൂച്ചു മാത്രമുള്ള ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളായ ആളുകൾ, ദുസ്വഭാവികളായ ആളുകൾ
ദീന് പ്രബോധനം നടത്താനും പ്രചരിപ്പിക്കാനും വന്നാലോ സൽസ്വഭാവികളല്ലാത്ത ദുസ്വഭാവികളായ ആളുകള് ദീന് പറയാനും ദീനിലേക്ക് ക്ഷണിക്കാനും മെനക്കെട്ടാൽ അവിശ്വാസികൾ ഓടി തടിയെടുക്കും. ഓടി രക്ഷപ്പെടുക മാത്രമല്ല, അവർക്ക് ഇസ്ലാമിനോടും പരിശുദ്ധ ഇസ്ലാമിന്റെ ആദരണീയമായ ശിയാറുകൾ ചിഹ്നങ്ങളോടും പുച്ഛവും നിന്ദ്യതയും എതിർപ്പും ശത്രുതയും രൂപാന്തരപ്പെടും. ശത്രുക്കൾക്ക് ഇസ്ലാമിനോട് വെറുപ്പ്, ഖുർആനോട് വെറുപ്പ്, പ്രവാചകരോട് അങ്ങേയറ്റത്തെ വെറുപ്പ്. ഈ വെറുപ്പിന്റെ ഒരു കാരണം എന്താ അറിയോ? ഒരു കാരണം എന്താണെന്നറിയോ? നമ്മൾ തന്നെയാണ്, നമ്മുടെ കൂട്ടത്തിലെ ചിലർ തന്നെയാണ്. നമ്മെ തല്ലാനുള്ള വടി നമ്മളായി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വെട്ടിക്കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു യുക്തിവാദിക്കൊരു ചാനലുണ്ട്. ആ ചാനലിന്റെ പേരെന്താണെന്നറിയാം നിങ്ങൾക്ക്? ഉസ്താദ് റോസ്റ്റ്. എന്ത്? ഉസ്താദ് റോസ്റ്റ്. ഉസ്താദിനെ റോസ്റ്റ് ആയിട്ട് പൊരിച്ചു കൊടുക്കുകയാണ്, ട്രോളാണ്. എന്നിട്ട് ഉസ്താദുമാരുടെ വാളിന്റെ ക്ലിപ്പിങ്ങൾ ഇട്ടിട്ട് ചില ഭാഗങ്ങൾ എടുത്തിട്ടിട്ട് ഒന്നൊന്നര പരിഹാസം. ഇതിൽ കാര്യം പറഞ്ഞ ഉസ്താദുമാരെയും ട്രോളുന്നുണ്ട്. എന്നാൽ തന്നെ തല്ലാൻ, ദീനിനെ തല്ലാൻ ഒന്നൊന്നര വടി വെട്ടിക്കൊടുക്കുന്ന ചില അല്പന്മാരും അതിനകത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആവശ്യമില്ലാത്തത് ഈ കാലത്ത് വിളിച്ചു പറഞ്ഞാല് ഇത് കാലം പഴയ കാലല്ല. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ അല്ലാതെ ഒരു വാക്ക് റോങ്ങായാണ്ടല്ലോ ലോകം മുഴുവൻ പുകയും. ആ ഒരു വാക്കുകൊണ്ട് ഇന്നത്തെ കാലതാണ്. പണ്ടാ മുന്നിലിരിക്കുന്ന ഇക്കാമാരെ ആൾക്കാരെ കേൾക്കൊള്ളിരുന്നു. സൂക്ഷിക്കണ്ടേ? എന്തൊക്കെ തോന്നിയാസാണ് ദീനിന്റെ വേഷം കെട്ടി ആ പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അലക്കുന്നത്. ഒരു ഉസ്താദ് പറഞ്ഞേക്കാണ്, ഏതു ശത്രുവിനെയും പച്ചക്ക് കത്തിക്കാനും ഭസ്മമാക്കാനും ചാമ്പലാക്കാനും പറ്റുന്ന ഒരു അത്ഭുത മന്ത്രം. പടച്ചോനെ, അത് എത്ര ലക്ഷം ആൾക്കാരാ കണ്ടതെന്നറിയോ? അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ് എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ആ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഇതൊന്ന് പ്രയോഗിച്ചൂടെ? എന്തതിന് മറുപടി അറിയാം? ഏത് ശത്രുവിനെയും ഭസ്മമാക്കി കളയാൻ, കൊന്ന് ചവമാക്കി കളയാൻ പവറുള്ള മന്ത്രം മൊയ്തേര് പറയാൻ. ഉള്ളത് പറയാ, ശത്രുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ദുആ. ആ ദുആ ദ്വാരുന്നതുകൊണ്ട് ഉറപ്പായിട്ട് രക്ഷ കിട്ടിക്കൊള്ളുന്നുണ്ടോ? അല്ലാഹ് കബൂലാക്കണ്ടേ? ഉള്ളത് ഉള്ള അളവിൽ പറഞ്ഞ ഹംകെ തോന്നിയാസം പടച്ചു വിട്ടിട്ട് ഏത് ശത്രുവിനെയും ഭസ്മമാക്കാൻ പവറുള്ള മന്ത്രം. അയാൾക്ക് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കൂടുതൽ കണ്ടിട്ട് പൈസയാണ്. പക്ഷെ ഈ ഉമ്മത്തിന് അതുകൊണ്ട് കിട്ടുന്ന നഷ്ടം എന്താണെന്നറിയോ? ഇത് കാണുന്ന സാമാന്യ ബുദ്ധിയുള്ള വിശ്വാസികൾ തന്നെ എന്താ ചെയ്യുക? അതൊന്ന് പ്രയോഗിച്ചു നോക്കും. ഇതൊക്കെ പച്ച നോണയാണ്, ഈ ഖുർആനും സുന്നത്തും ശരിയില്ല. കാരണം ആ നിലക്കാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ, യുക്തിവാദികൾ കാര്യം കൈകാര്യം ചെയ്യുന്നേ. അതാണ് പഴഞ്ചൊല്ലില് പറഞ്ഞതുപോലെ, മുറി വൈദ്യൻ ആളെ കൊല്ലും, മുറി മൊല്ല മാർഗം പിഴപ്പിക്കും എന്ന് പറഞ്ഞ്. ഫുള്ള് വൈദ്യനാകണം. മുറി വൈദ്യനാണെങ്കിൽ ആളെ കൊല്ലും ചികിത്സിച്ചിട്ട്, മുറി മൊല്ലയോ വഴി തെറ്റിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയാനും പ്രബോധനം ചെയ്യാനും പ്രചരിപ്പിക്കാനും അർഹതയുള്ളവരാരാണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സംസ്കരിക്കപ്പെട്ട പരിശുദ്ധരായ ആളുകൾ മാത്രമാണ്. അവരെ കണ്ടാൽ, അവരുടെ വെളിച്ചം കണ്ടാൽ, അവരുടെ സൽസ്വഭാവത്തിന്റെ സൗരഭ്യം ആസ്വദിച്ചാൽ ജനക്കൂട്ടം ഇസ്ലാമിലേക്ക് കടന്നു വരും. റസൂലുള്ളാനെ കണ്ടിട്ട് അങ്ങനെയല്ല ഉണ്ടായത്. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. എന്താ പറഞ്ഞത്? ജനങ്ങൾ റസൂലേ അങ്ങയുടെ ദർശനം കേട്ട്, അങ്ങയുടെ പ്രകൃതിയിൽ ആകൃഷ്ടരായി, അങ്ങയുടെ ഖുലുഖുൻ അലീമിൽ അവർ വീണുപോയി കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് വരുന്നത് തങ്ങൾക്ക് കാണാനാകും. ഈ വഅള് പറയണ എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈ ക്വാളിറ്റി ആർജിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല.
എന്റെ മുതൽ കട്ടുണ്ടോയാല് എനിക്ക് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. അള്ളാഹ്ക്ക് പുറത്തെടുക്കട്ടെ, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ മാത്രമുള്ള അത്ര പ്രവിശാലമായ മനസ്സ് വഴുതു പറയണേ എനിക്ക് പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത്തരം മഹാത്മാക്കളെ സ്നേഹിച്ചുകൊണ്ട്, അത്തരത്തിലുള്ള മഹത്തുക്കളെ സഹവസിച്ചുകൊണ്ട്, ആത്മീയമായി അവരുടെ കൂട്ട് വകൂനൂ മഅസ്സാദിഖീൻ. പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. പരമസത്യസന്ധരും സൽഗുണസമ്പന്നരും സൽസ്വഭാവികളുമായ ആളുകളുടെ കൂട്ട് നിങ്ങൾ പിടിച്ചോളൂ. അങ്ങനെ പിടിച്ചാൽ, അങ്ങനെ സ്നേഹിച്ചാൽ, അവരുടെ സുഹബത്ത് കിട്ടിയാൽ നമ്മൾ മോശാണെങ്കിലും നമ്മിൽ ഗുണം വരും. മഹാകവി വള്ളത്തോളിന്റെ വരികളിൽ പറഞ്ഞതുപോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. നമ്മൾ പാറ പോലത്തെ കല്ലുകൾ തന്നെ ആയിക്കോട്ടെ, പക്ഷേ മുല്ലപ്പൂമ്പൊടി പോലത്തെ സൽസ്വഭാവികളായ മഹാജ്ഞാനികളുമായിട്ടുള്ള സ്നേഹബന്ധവും ആത്മീയ ബന്ധവും കല്ലുപോലത്തെ നമ്മളിലും സൗരഭ്യം പകരും, ആ നന്മ പകരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പറഞ്ഞത് മാതൃകാ പുരുഷന്മാരുടെ സൽഗുണ സമ്പന്നതയും സൽസ്വഭാവത്തിന്റെ ഉദാഹരണങ്ങളുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സൽസ്വഭാവം എന്ന വിഷയത്തിലുള്ള നബിവചനങ്ങൾ, തിരുമൊഴികൾ, പരിശുദ്ധ ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സൽസ്വഭാവം തന്നെ വിഷയം. ഇതാണ് ദീനിന്റെ അകക്കാമ്പ്. നിസ്കാരത്തിലൂടെ ആർജിക്കാൻ പറ്റുന്നത് സ്വഭാവ സംസ്കരണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഒരാൾ 5 നേരം കുളിച്ചതുപോലത്തെ അവസ്ഥ ഉണ്ടാവും അല്ലേ? 5 നേരം കുളിച്ചാൽ വല്ല മാലിന്യം ഉണ്ടാവോ? ഇതുപോലെ 5 നേരം നിസ്കരിക്കുന്നവനിൽ നിന്ന് സകല സ്വഭാവ വൈകൃതങ്ങളും ദുസ്വഭാവങ്ങളും പമ്പ കടക്കുകയും പരിശുദ്ധ പ്രകൃതിയുടെ ഉടമയായി ആ നിസ്കാരക്കാരൻ മാറുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിന്റെ ഫലോ അൽ അഖ്ലാഖുൽ ഹമീദ. യഥാർത്ഥ നോമ്പുകാരൻ സൽസ്വഭാവം കൊണ്ട് സമൃദ്ധനായിരിക്കുമെന്ന് റസൂലുള്ളാഹ്. ഇപ്പൊ ഹജ്ജിന്റെ മാസല്ലേ, ഹജ്ജിന്റെ സമയല്ലേ, ഹാജിമാർ മക്ക മണ്ണിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയല്ലേ? എന്താ ഹജ്ജിന്റെ ഫലം? എന്ത് ഹജ്ജിനാ പോണേ? എന്ത് ഹജ്ജിനാ പോകുന്നവരെ എന്തിനാ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നേ? മബ്റൂറായ ഹജ്ജ് അല്ലേ? മബ്റൂറായ ഹജ്ജ് കിട്ടണം അല്ലേ? എന്താ മാ ബിറുൽ ഹജ്ജി? സ്വഹാബാക്കൾ ചോദിച്ചല്ലോ, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല, സ്വർഗം മാത്രം അതിനുള്ള പ്രതിഫലം. യാ റസൂലല്ലാഹ് മാ ബിറുൽ ഹജ്ജി, ഹജ്ജി മബ്റൂറാകുക എന്നാൽ എന്താണ് നബിയേ? 8 ലക്ഷം കൊടുത്ത് ഹജ്ജിന് പോവുക എന്നല്ല, അവിടെ ചെന്ന് ഹജ്ജിന്റെ മുമ്പ് 18 ഉംറ നിർവഹിക്കുക എന്നല്ല, തവാഫ് ധാരാളം തവണ കറങ്ങുക എന്നല്ല, മിനയിൽ കല്ലെറിയുമ്പോൾ മുന്നിലുള്ള ഹാജിയുടെ മണ്ടയിൽ കൊള്ളും തരത്തിൽ തീവ്രമായ ശക്തമായ എറിയുക എന്നല്ല. എന്താ മബ്റൂറായ ഹജ്ജ്? ത്വയ്ബുൽ കലാം വ ഇത്ആമുത് തആം, മധുരമുള്ള വാക്ക്, സൽസ്വഭാവിയുടെ പെരുമാറ്റം, അന്നദാനം, നല്ല വാക്ക്, ഇതാണ് മബ്റൂറായ ഹജ്ജ് കിട്ടിയതിന്റെ അടയാളം. അപ്പൊ നോക്കൂ നിങ്ങൾ, സൽസ്വഭാവം തന്നെ എവിടെ? അതല്ലാത്ത ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, ഒരാൾ എത്ര പുണ്യകർമ്മങ്ങളുള്ള ആളാണെങ്കിലും, ശ്രദ്ധിക്കണേ, ഒരാൾ എത്ര പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആചരിക്കുന്ന ആളാണെങ്കിലും ദുസ്വഭാവിയാണോ 10 പൈസ അതിന് കിട്ടൂല. ആമലിന് അള്ള തിരിഞ്ഞു നോക്കൂല. എന്തോരം ദാനം ചെയ്താലും, എത്ര കുത്തി മറിഞ്ഞാലും, എന്തോരം പട്ടിണി കിടന്ന് നോമ്പെടുത്താലും, എത്ര ഉളക്കമളച്ച് രാത്രി നിസ്കരിച്ചാലും ദുസ്വഭാവിയാണോ? സൽസ്വഭാവി അല്ലേ? 5 പൈസ കിട്ടൂല. മഹാന്മാരായ സ്വഹാബാക്കൾ മുസ്തഫായ റസൂലിനോട് ചോദിക്കുന്ന ചോദ്യം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാന തഖൂമുൽ ലൈല വതസൂമുൻ നഹാറ വതസദ്ദഖു
വതുഅദി ജീറാനഹാ ബിലിസാനിഹാ. സഹാബാക്കൾ വന്ന് ചോദിക്കാണ്, യാ റസൂലേ, ഒരു സഹോദരി, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു സഹോദരി, ഒരു പെണ്ണ്, തഖൂമുൽ ലൈല, രാവുകൾ അവർ നിസ്കാരം കൊണ്ട് ഹയാത്താക്കുന്നവളാ, വതസൂമുൻ നഹാർ, പകലുകളിലെല്ലാം അവർ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാ. തീർന്നില്ല, വതസദ്ദഖു, അവർക്കാവും വിധം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാ. പക്ഷേ ഇതോടൊപ്പം അവർക്ക് ചെറിയ ഒരു മൈനസ് പോയിന്റ് ഉണ്ട്, ഒരു റിമാർക്കുണ്ട്. അതെന്താ? അയൽക്കാരെ ഉപദ്രവിക്കും. ശാരീരികമായിട്ടല്ല, സാമ്പത്തികമായിട്ടല്ല, ബിലിസാനിഹ, വാക്കുകൊണ്ട്, സംസാരം കൊണ്ട് അയൽക്കാർക്ക് ശല്യം ചെയ്യുന്ന പെണ്ണ. ഈ പെണ്ണിനെ കുറിച്ച് റസൂലേ അങ്ങ് എന്തു പറയുന്നു? മുത്തുനബി മറുപടി കൊടുത്തു, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിന്നാർ. അവളുടെ നോമ്പോ അവളുടെ നിസ്കാരമോ അവളുടെ സ്വതക്കകളോ സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തവളാണെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, ദുസ്വഭാവിയാണ്. അതോടൊപ്പം സഹാബാക്കൾ ചോദിച്ചു, വഫുലാനത്തുൻ, മറ്റൊരുത്തിയുണ്ട് റസൂലേ, തുസല്ലിൽ മക്തൂബ, 5 നേരം മാത്രം നിസ്കരിക്കും. മുമ്പുള്ള സുന്നത്തില്ല, പിറകുള്ള സുന്നത്തില്ല, തഹജ്ജുദില്ല, ളുഹയില്ല, റവാത്തിബില്ല, സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. വഫുലാന തുസല്ലിൽ മക്തൂബ, ഫർലാക്കപ്പെട്ട 5 നേരം മാത്രം നിസ്കരിക്കും. വതസദ്ദഖു ബി അസ്വാരിൻ, അവർ പാൽക്കാരിയാണ്, ക്ഷീരകർഷകയാണ്, വീട്ടിൽ പാലുണ്ടാകും. ആ പാലിന്റെ ഉൽപ്പന്നങ്ങളിൽ മിച്ചം വരുന്ന പാൽ കട്ടി സ്വതക്ക ചെയ്യും. വലാ തുഅദി അഹദ, ഒരാളെയും ആ പെണ്ണ് ഉപദ്രവിക്കില്ല. എന്ന് വെച്ചാൽ 5 നേരം നിസ്കരിച്ച് സൽസ്വഭാവിയായി ആളുകൾക്ക് ഇഷ്ടമുള്ള പെരുമാറ്റം കാഴ്ചവെച്ച് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ട്. അവരെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അവളൊരു ഭക്തയല്ല, പ്രഥമ ദൃഷ്ടിയ ആബിദത്തല്ല, കൂടുതൽ ഇബാദത്തുള്ളവരല്ല, ഭക്തി പ്രകടനങ്ങൾ ഉള്ളവരല്ല. ആകെയുള്ള ക്വാളിറ്റി ആരും ഉപദ്രവിക്കൂല. 5 നേരം മാത്രം നിസ്കരിക്കും. വീട്ടിൽ അവശേഷിക്കുന്ന പാലുൽപ്പന്നം സ്വതക്ക ചെയ്യും. ഹിയ ഫിൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, അവൾ സ്വർഗ്ഗത്തിൽ സീറ്റുറപ്പിച്ച പെണ്ണാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, സലാസുൻ മല്ലം തകുൻ ഫീഹി ഔ വാഹിദത്തും മിൻഹുന്ന, 3 ഗുണങ്ങൾ ഒരാളിലില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ 3-ൽ ഒരു ഗുണമില്ലെങ്കിൽ, 3ഉം കൂടെ ആബ്സെന്റ് ആകണ്ട, 3 ഗുണങ്ങൾ ഒരാളിലില്ല, ആ 3-ൽ 1-2 ഗുണങ്ങളില്ല എങ്കിൽ ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലിഹി, ആ മനുഷ്യന്റെ അമല് കണ്ടിട്ട് നിങ്ങൾ ആരും എന്താകണ്ട, വലയിൽ വീഴണ്ട. ആ അമല് വെറും കപട പ്രകടനമാണ്. ആ അമൽ അല്ലാഹ് സ്വീകരിക്കാനുള്ളതല്ല, അത് വെറും യാന്ത്രികമായ ചലനങ്ങളാണ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. അള്ളാഹു അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും അമല് കണ്ടു ബേജാറാകണ്ട. ആ വ്യക്തിയുടെ ഏതാണ് ഈ 3 അടിസ്ഥാന ഗുണങ്ങൾ? 3 ഗുണങ്ങൾ അല്ലെങ്കിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ഒരാളിൽ ഇല്ലെങ്കിൽ അയാൾ മലമറിച്ചിട്ടും കാര്യമില്ല, ഇബാദത്ത് കൊണ്ട് മലമറിച്ചിട്ടും കാര്യമില്ല. ഏതാണ് ഈ 3 ഗുണം? 1 തഖ്വ തഹ്ജുസുഹു അൻ മആസില്ല, തിന്മയിൽ നിന്ന് തടയുന്ന സൂക്ഷ്മത. ഇബാദത്തൊരു വഴിക്ക് അങ്ങനെ നടക്കുന്നു, ആറാമ്പർപ്പ് വേറെ വഴിക്ക് അങ്ങനെ നടക്കുന്നു. ഒരു തഖ്വയും സൂക്ഷ്മതയില്ല ജീവിതത്തിൽ. ഒത്തിരി അങ്ങനെ നന്മയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ തഖ്വ, സൂക്ഷ്മത, വെള്ളിയാഴ്ചയുടെ പ്രമേയമായ തഖ്വ അത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഇവന്റെ അമല് കണ്ട് നിങ്ങൾ ആരും മാർക്കിടാൻ നിൽക്കണ്ട. അള്ളാഹു അതിനെ വട്ടപൂജ കൊടുക്കാൻ പോകുന്നേ. 1. 2 ഹിൽമുൻ യകുഫു ബിഹസ്സഫിഹ, വിഡ്ഢികളെ പ്രതിരോധിക്കുന്ന ക്ഷമാശീലവും സഹിഷ്ണുതയും. സമൂഹത്തിൽ പല ആൾക്കാരില്ലേ, കൾച്ചർ ഇല്ലാത്ത ആൾക്കാരുണ്ട്, സംസ്കാരമില്ലാത്ത ആൾക്കാരുണ്ട്, പൊട്ടന്മാരും മണ്ടന്മാരുണ്ട്. അവരൊക്കെ സമീപിക്കുന്ന സമീപന രീതി അറിയില്ലേ ചങ്ങായിക്ക്? ഹിൽമുൻ, സഹിഷ്ണുത, ക്ഷമ, സഹനം, യകുഫു ബിഹസ്സഫീഹ,
വിഡ്ഢികളെ കൈകാര്യം ചെയ്യാനുള്ള സഹിഷ്ണുത ഇതില്ല. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞത് ഖുലുഖുൻ യഈശു ബിഹി ബൈനന്നാസ്, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉള്ള പെരുമാറ്റ രീതികൾ അറിയില്ലെങ്കിൽ, അഥവാ സൽ സ്വഭാവി അല്ലെങ്കിൽ, ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലിഹി, അയാളുടെ അമലിന് നിങ്ങൾ ഒരു മാർക്ക് പോലും മതിക്കേണ്ടതില്ല. അല്ലാഹു അതിന് മാർക്ക് കൊടുക്കൂല, പ്രതിഫലവും കൊടുക്കൂല. അതുകൊണ്ട് നിങ്ങൾ ആ അമലിനെ കണക്കാക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ വിഷയത്തിലുള്ള ഹദീസുകൾ സുബ്ഹാനല്ലാഹ് ഒരു 10 വെള്ളിയാഴ്ച വയല് പറയാൻ മാത്രം ഞാൻ നോക്കിയിട്ട് കണ്ടു. ഈ ഗുണം കൊണ്ട് തന്നെ നമുക്ക് ആഖിറത്തിലും ദുനിയാവിലും രക്ഷപ്പെടാം. അബൂദാവൂദ് രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന, റസൂലുള്ള പറയുന്നു, ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഹദീസൊക്കെ നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഹദീസ് കിതാബിൽ മറിഞ്ഞു കിടക്കാനുള്ളതല്ല. ഇന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു സത്യവിശ്വാസി, ലയദ്റുകു ബിഹുസ്നി ഖുലുഖിഹി, അവന്റെ സൽസ്വഭാവം കൊണ്ട് അവൻ എത്തിപ്പെടും. എവിടെ? ദറജത്തസ്വാഇമിൽ ഖായിമി, ഉള്ള സുന്നത്ത് നോമ്പെല്ലാം പിടിച്ച, സാധ്യമാകുന്ന വിധത്തിൽ രാവുകളെ ഹയാത്താക്കി നിസ്കരിച്ച മനുഷ്യന്മാരുടെ പവറിലേക്ക്, ഉന്നതങ്ങളിലേക്ക്, സ്ഥാനത്തേക്ക് സൽസ്വഭാവം കൊണ്ടെത്തിപ്പെടാം. ഇന്നൽ അബ്ദ, ഒരു ദാസൻ, അടിമ, ലയബ്ലുഗു ബിഹുസ്നി ഖുലുഖിഹി, വേറൊരു ഹദീസ്, അവന്റെ സൽസ്വഭാവം കൊണ്ട് അവൻ എത്തിപ്പെടാനാകും. അലീമ ദറജാത്തിൽ ആഖിറ വശറഫൽ മനാസിൽ, പാരത്രിക ലോകത്തെ അത്യുന്നത സോപാനങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും. എന്തുകൊണ്ട്? ഖുർആൻ ഖത്തം തീർത്തിട്ട് നല്ല പറഞ്ഞത്, ബിഹുസ്നി ഖുലുഖിഹി, അവന്റെ സൽ സ്വഭാവം കൊണ്ട്. അലീമ ദറജാത്തിൽ ആഖിറ, പരലോക പദവികളിലെ അത്യുന്നതങ്ങളിൽ, വശറഫൽ മനാസിൽ, പോരിശയുള്ള സ്വർഗീയ ഇടങ്ങളിൽ എത്തിക്കും അവന്റെ സൽ സ്വഭാവം. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, വ ഇന്നഹു ലലഈഫുൻ ഫിൽ ഇബാദത്തി, പുണ്യകർമ്മങ്ങളിലും ഇബാദത്തിലും അയാൾ കുറച്ച് വീക്ക്നെസ് ഉള്ള ആളാണെങ്കിലും ശരി, ആരാധനാനുഷ്ഠാനങ്ങളിൽ കുറവുകളുള്ള ആളാണെങ്കിലും ശരി, സൽസ്വഭാവിയാണോ, സ്വർഗത്തിലെ അത്യുന്നത മണ്ഡലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലും നരകത്തിലും ആളുകളില്ലേ? ഉണ്ടല്ലോ. ഭൂരിപക്ഷം എവിടെയാണ്? അത് നരകത്തിൽ തന്നെയാണ്. എന്നാലും ഒരു ന്യൂനപക്ഷം സ്വർഗത്തിൽ എത്തുന്നുണ്ടല്ലോ. ഉണ്ട്. റസൂല് മറുപടി കൊടുത്തു. സ്വഹാബാക്കളെ ചോദ്യം, നല്ല രസമുള്ള ചോദ്യം അവർ ചോദിക്കുക. നമ്മളൊക്കെ ചോദിക്കുന്ന എന്താണ്? ബാപ്പ മരിച്ചാൽ ഇപ്പോ സ്വത്തുനിന്ന് എത്ര കിട്ടുക? പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും തുല്യ. ഇതൊക്കെ ചോദിക്കണ്ടെന്നല്ലോ. ഇങ്ങോട്ട് കിട്ടുന്ന മസാലയൊക്കെ നമുക്ക് പഠിച്ചു വെക്കണം. പരലോകത്ത് കിട്ടുന്ന മസാല അത് വേണ്ട. അങ്ങനെ ഇക്കൂടെ നമ്മള് അനന്തമായ, അനശ്വരമായ ആ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ട വിഭവങ്ങള് നമ്മൾ ഇവിടെ വെച്ച് ഒരുക്കണ്ടേ? അള്ളാഹു നമുക്ക് നൽകട്ടെ. സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, സ്വർഗത്തിലെത്തിയ ആളുകൾ, ആ സ്വർഗക്കാരിൽ ഭൂരിപക്ഷവും അവിടെ കയറി പറ്റിയത് എങ്ങനെയാണ്? നരകത്തിൽ വീണ മഹാഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തിൽ മൃഗീയ ആളുകളും നരകത്തിലേക്ക് വഴുതി വീണത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, സ്വർഗവാസികളിൽ മഹാഭൂരിപക്ഷം ആളുകൾ സ്വർഗത്തിൽ കയറി പറ്റിയത് രണ്ട് ഗുണങ്ങൾ കൊണ്ടാണ്. ബിതഖ്വല്ലാഹ് വഹുസ്നിൽ ഖുലുഖി. സ്വർഗത്തിലെ ഭൂരിപക്ഷം അവിടെ എത്തിപ്പെട്ടത് 2 ഗുണം കൊണ്ട്. ഒന്ന്, വെള്ളിയാഴ്ചയുടെ പ്രമേയമായ തഖ്വ, ജീവിതത്തിലെ ജാഗ്രതയും സൂക്ഷ്മതയും. സെക്കൻഡ്, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. ധാരാളം ആളുകൾ സ്വർഗത്തിലേക്ക് പോയത് സൽസ്വഭാവം കൊണ്ട്. യാ റസൂലല്ലാഹ്, നരകത്തിലെ ഭൂരിപക്ഷം അവിടെ എത്തിയതെങ്ങനെ? അൽ അജ്വഫാൻ, റസൂലുള്ളാഹി പറഞ്ഞു, അസ്ഥിയില്ലാത്ത 2 അവയവങ്ങളാണ്. കൂടുതൽ ആളുകൾ നരകത്തിൽ വീണത് അസ്ഥിയില്ലാത്ത, എല്ലില്ലാത്ത. അൽ ഫമു വൽ ഫർജു, ഒന്ന് വാ എന്ന് വെച്ചാൽ നാക്ക്, മറ്റേത് ജനനേന്ദ്രിയം. അധികം ആളുകൾ ഈ നാവ് കൊണ്ടാണ് പോയത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന സഈമുൻ. ശ്രദ്ധിച്ചോ, ഈ ഹദീസൊക്കെ ശ്രദ്ധിക്കണം. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബലിൽ ജന്ന. സ്വർഗത്തിലെ താഴ്വാരത്ത് ഒരു മണിമാളിക മേടിച്ചു കൊടുക്കാൻ ഞാൻ ജാമ്യം നിൽക്കാം. എവിടെ? സ്വർഗീയ താഴ്വാരത്ത് ഒരു മണിമാളിക, ഒരു സുന്ദരമായ ഭവനം മേടിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ ജാമ്യം നിൽക്കാം. ആർക്കാണ് ആ താഴ്വാരയിൽ സ്വർഗീയ കോട്ട? ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ. തർക്കം ഒഴിവാക്കി ജീവിക്കുന്ന മനുഷ്യന്മാർ. തർക്കം അത് കവലയിൽ വന്ന് തർക്കിക്കണമെന്നില്ല, അടുക്കളയിൽ കെട്ടിയോളോടും തർക്കിക്കാൻ പാടില്ല. നാട്ടിലൊക്കെ മാന്യനായിരിക്കും, പക്ഷെ കെട്ടിയോള് മുണ്ടിയ അപ്പ തർക്ക, അത് പറ്റൂല. ലിമൻ തറക്കൽ മിറ, തർക്ക സ്വഭാവം ഒഴിവാക്കുക. വഇൻകാന മുഹിഖൻ, ആ തർക്കത്തിൽ ഇയാൾ ഉന്നയിക്കുന്നത് സത്യമാണെങ്കിൽ തന്നെയും, സത്യമൊക്കെ തന്നെയാണ് എങ്കിൽ തന്നെയും തർക്കം ഒഴിവാക്കി ജീവിക്കുന്ന സൽസ്വഭാവിക്ക് സ്വർഗത്തിലെ താഴ്വാരയിൽ ഒരു ഭവനം, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മിഡിൽ ക്ലാസ്സിൽ ഒരു ഭവനം മേടിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ ജാമ്യം നിൽക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശക്ക് പോലും കളവ് പറയാതെ ജീവിച്ച സൽഗുണ സമ്പന്നന്. വഇൻ കാന മാസിഹ, ചുമ്മാ ഒരു തമാശക്ക് അടിച്ച ഡയലോഗാണ് കളവ്. അതിനുപോലും കളവ് പറയാതെ പരമസത്യസന്ധനായി ജീവിച്ച ആൾക്ക് സ്വർഗത്തിന്റെ മിഡിൽ ക്ലാസ്സിൽ ഒരു ഭവനം. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ, അല്ലേ? ഹൈറ്റില് വീട് എന്ന് പറഞ്ഞാല് ഭൂമിയിലെ പറ്റൂല, ഉരുൾപൊട്ടലൊക്കെ പേടിയാണ്, അല്ലേ? മറ്റേത് കുന്നത്ത് ഒരു ഉയരത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ എന്ത് വ്യൂ ആയിരിക്കും. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തൊരു വീട് മേടിച്ചു കൊടുക്കാൻ ഞാൻ ജാമ്യം നിൽക്കാം. ആർക്ക്? ആർക്ക്? ലിമൻ ഹസുന ഖുലുഖുഹു, ആരാണ് സൽസ്വഭാവിയായി ജീവിച്ച് മരിച്ചതെങ്കിൽ അവർക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാനും ചില ഹദീസുകൾ കൂടി പറഞ്ഞിട്ട് സൽസ്വഭാവം ആർജിക്കാനുള്ള മാർഗം. എന്റെ സ്വഭാവം മോശമാണ്, എന്റെ വാപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്റെ വല്യാപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എനിക്കൊരു സ്വഭാവമുണ്ട്, ഇതൊന്നും മാറ്റാൻ പറ്റൂല. പെരുമ്പാവൂരൊക്കെ ഞാൻ ഈ സൽസ്വഭാവം പറഞ്ഞപ്പോൾ ഒരാളെ ഡയലോഗ് അത്, എനിക്കൊരു സ്വഭാവമുണ്ട്, എൻ്റെ വാപ്പച്ചിക്കൊരു സ്വഭാവമുണ്ട്, എൻ്റെ ഉപ്പാപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇതൊന്നും ലോകത്ത് മാറ്റാൻ പറ്റൂല. എന്നാ പിന്നെ എന്തിനാ ഈ ഖുർആനും ഹദീസൊക്കെ? ആകെ ഖുർആനും ഹദീസും പണിത മർമ്മം സ്വഭാവ സംസ്കരണ, അതാണ്. പിന്നെന്തിനാ ഈ ഖുർആനും നബിമാര് വന്ന എന്തിനാ? റസൂലുള്ളാഹി പറഞ്ഞേ, എന്റെ നിയോഗം തന്നെ ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നിങ്ങളിൽ ഒരു സൽസ്വഭാവം പടുത്തുയർത്തുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന് വഴിയുണ്ട്, എങ്ങനെ അതിന് സാധിക്കുക എന്ന് ആ റൂട്ടും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സൽസ്വഭാവികളും സൽഗുണ സമ്പന്നരുമാക്കി വളർത്തി ഉയർത്തി ആത്മീയ മേഖലകളിൽ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ.